ഹലോ, വെൽക്കം ടു കണ്ടാട്ട വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ നല്ല കരിയൊക്കെ പിടിച്ചിരിക്കണേ, അത്യാവശ്യം ഭയങ്കര എണ്ണയും ഒക്കെ ആയിട്ടിരിക്കുന്ന നിലവിളക്കിനെ കഴുകി നല്ല പുത്തനാകാൻ പോവാണ്. അപ്പോൾ അതിന് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ്, വളരെ സിമ്പിളാണ്, നമ്മുടെയൊക്കെ വീടുകളിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം ഒന്ന് തുടച്ച് റെഡിയാക്കാൻ പോവാം. അപ്പോൾ അതിനകത്ത് കണ്ടോ, നമ്മൾ തിരിയൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ നാരായത്തുമ്മയും ഒക്കെ ഇതുമ്മയും കരിയും കാര്യങ്ങളുണ്ട്, എണ്ണയുണ്ട്. അപ്പോൾ ആ എണ്ണയൊക്കെ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് നല്ലപോലെ എണ്ണയൊക്കെ തുടച്ചങ്ങ് എടുക്കാം. അതൊക്കെ തുടച്ചതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കഴുകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ വാളംപുളിയില്ലേ, എൻ്റെ വാളംപുളി ഒത്തിരി നാൾ ആയതുകൊണ്ടാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അത് ലേശം, കുറേ വെള്ളം ഒഴിക്കരുത്, ലേശം വെള്ളം ഒഴിച്ച് അതിനെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു പൾപ്പ് ഇങ്ങോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. കാരണം നമുക്ക് കുറച്ച് കംഫർട്ടായിരിക്കും അതൊന്ന് ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ നല്ലപോലെ പിഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പൾപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ വാളംപുളി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് 1-2 സാധനങ്ങൾ ചേർക്കണം. ഇതിനകത്ത് ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ. ഇട്ടപ്പോഴേക്കും അവിടെ ഇങ്ങനെ പതപതക്കെ പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു പിടി ഉപ്പ് പൊടിയാണ് കേട്ടോ. ഇതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ നിലവിളക്കിനെ ആദ്യം കഴുകിയെടുക്കാൻ പോകുന്നത്. അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ പോകാൻ വേറെ സോപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമ്മുടെ നിലവിളക്ക്, അതേപോലെ തട്ടം, പിന്നെ കിണ്ടി, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണോ നമുക്ക് കഴുകിയെടുക്കാനുള്ളത് അതിലെല്ലാം നമുക്ക് ഇതിനങ്ങോട്ട് നല്ലപോലെ തേച്ചങ്ങ് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കൂടുതൽ നേരം ഒന്നും വെക്കരുത് കേട്ടോ. എനിക്കൊരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഞാൻ നല്ലപോലെ അങ്ങ് വെളുക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് പുളി അങ്ങ് തേച്ച്, പുളി മാത്രം തേച്ചുള്ളൂ കേട്ടോ, അങ്ങ് കുറച്ചധികം നേരം അങ്ങ് വെച്ചു. പക്ഷേ ആ പുളി തേച്ച് കൊടുത്തൊക്കെ ആ പാടുകൾ, തേച്ചതിൻ്റെ പാടുകൾ വീഴും. അപ്പോൾ 10 മിനിറ്റ് വെച്ചാൽ മതി, അതിൽ കൂടുതൽ നേരം വെക്കരുത് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആൾ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കധികം ഹാർഡ് അല്ലാത്തയും അന്ന് അത്രയും സോഫ്റ്റ് അല്ലാത്ത ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ നമ്മുടെ ചകിരിയൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് ഒന്ന് ഉരച്ചങ്ങ് കൊടുക്കുക. അപ്പോൾ ഉരയ്ക്കുമ്പോഴേക്കും തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ അതിൻ്റെ കറുത്ത നമ്മുടെ കരി പിടിച്ച സാധനങ്ങളും ഒക്കെ പോകുന്നുണ്ടാവും കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിനകത്ത് സോപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ നല്ല ഒരു തരി എണ്ണമയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതായിട്ട് കിട്ടും. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് നമുക്കിത് ആ വെള്ളം ഒഴിക്കാം. ഞാൻ വേറെ കൊണ്ടുപോയിട്ടൊന്നല്ല കഴുകണത്, അവിടെ വെച്ച് കഴുകുമ്പോൾ തന്നെ ആൾക്കാർ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് വരുന്നുണ്ടല്ലോ നമ്മുടെ നിലവിളക്കൊക്കെ. അപ്പോൾ അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് ബേക്കിംഗ് സോഡയും വാളംപുളിയും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് അതിങ്ങനെ കഴുകി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അധികം ബലവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിനൊക്കെ നമുക്കൊന്ന് തുടച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കോട്ടൻ്റെ തുണിയോ ടവലോ എന്തെങ്കിലും നല്ല തുണി വെച്ചിട്ട് നമുക്ക് എല്ലാ വിളക്കും തട്ടവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട് ഇത് തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ഗ്ലേസ്നെസ് നമുക്ക് കിട്ടില്ല അല്ലേ, നല്ലൊരു തിളക്കം കിട്ടില്ല. അപ്പോൾ ആ തിളക്കത്തിന് വേണ്ടി നമ്മളിതാ എടുത്തേക്കുന്നത് ഇഷ്ടികയില്ലേ, നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകും ഒരു ചെറിയ കഷ്ണം ഇഷ്ടിക മതി. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഭയങ്കര ഇതായിട്ടുള്ള കഷ്ണങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്ത് നമ്മൾ വിളക്കിലിട്ട് തേക്കുമ്പോൾ അതിനകത്ത് പോറൽ വീഴും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്കിതിനൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമ്മൾ പണ്ടൊക്കെ കളിക്കാനായിട്ട് ഇതൊക്കെ പൊടിച്ച് നമ്മൾ കലക്കൂലേ, വെള്ളം കലക്കൂലേ, അതേപോലെ ഭയങ്കര ലൂസായിട്ടല്ല, ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്കിതിനെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു കുഴമ്പ് പരുവത്തിലാക്കി നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ ഓരോ വിളക്കിനെയും തേച്ചങ്ങ് കൊടുക്കാം. അപ്പോൾ അത് തേക്കുമ്പോൾ തന്നെ നല്ല അതിൻ്റെ ആ ഒരു ഗ്ലേസിങ് തിളക്കും കാര്യങ്ങളൊക്കെ നല്ല സുഖമായി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. നല്ല എഫക്റ്റാണ് ഈ സംഭവം, നല്ല പുത്തനായിട്ടിരിക്കും നമ്മുടെ ഇതുകൾ. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ഓടിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ ഓടിൻ്റെ ഉരുളിയൊക്കെ അതിലൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചെമ്പിൻ്റെ പാത്രങ്ങളില്ലേ അതിലും നല്ല സൂപ്പർ എഫക്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ നല്ലപോലെ തേച്ച് അങ്ങ് കൊടുക്കുക. വേറെ കുറേ നേരം വെക്കുക കാര്യങ്ങളൊന്നും വേണ്ട, ഇതങ്ങനെ തേച്ച് ഇനിയിപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഉരയ്ക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു ചകിരിയും കൂടി എടുത്തിട്ട് ഉരച്ചു കൊടുത്താൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. എന്നിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചതിനൊന്ന് കഴുകി അങ്ങോട്ട് എടുക്കുക. അപ്പോൾ നല്ല പോലെ നല്ല തിളക്കവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് കണ്ടോ. നമ്മുടെ തട്ടൊക്കെ നല്ല
നേരത്തെ ഉള്ള കളറാണോ അല്ലല്ലോ, നല്ല ഇതുണ്ട്, ഇപ്പം നല്ല തിളക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി തിളക്കം ഇതിട്ട് ഉരയ്ക്കുമ്പോൾ നല്ല പോലെ കൂടും. അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. ഇഷ്ടയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതിങ്ങോട്ട് പൊടിച്ച് കൂടുതൽ നമ്മളൊരു ഡബ്ബയിലാക്കി അങ്ങോട്ട് വെച്ചാൽ നമുക്കിങ്ങനെ ആവശ്യത്തിന് ഇതേമാതിരി കുറേശ്ശെ വെള്ളത്തിൽ ഒഴിച്ച് കലക്കിതാ എടുക്കാം. ഞാൻ ഇതായിൽ തന്നെ അതേ കാണിക്കണ്ട, നല്ല വിളവിളാന്ന് വെട്ടി തിളങ്ങണണ്ട, നല്ല കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോട്ടോ. എല്ലാവരുടെയും ഇനി വീടുകളിൽ ഇങ്ങനെ കരി പിടിച്ചിരിക്കുന്ന നിലവിളക്കും കാര്യങ്ങളൊക്കെ ഇനി നല്ല കുട്ടപ്പന്മാരായിട്ട് അങ്ങ് തിളങ്ങിക്കോട്ടെ, നല്ല സൂപ്പറായിട്ട് തിളങ്ങട്ടെ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ തുടച്ചപ്പോൾ കണ്ട. അപ്പോൾ തട്ട നേരത്തെ തട്ടോ ഈ തട്ടോ നല്ല വ്യത്യാസമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.